പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഏറ്റവും നിലവിളിക്കുന്നവർക്ക് വേണ്ടി, ഏറ്റവും സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി, ഏറ്റവും വേദനപ്പെടുന്നവർക്ക് വേണ്ടി, നിങ്ങളുടെ വേദനയുടെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിയുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വലിയവ ചെയ്യുവാൻ ഇടയാകും. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് തന്നെ ജനത്തെ വിടിപ്പിച്ചതായിട്ടുള്ള ഒരു ദൈവ സന്ദേശമാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിരോധമായി നിൽക്കുന്നവർ, നമുക്ക് എതിരായി നിൽക്കുന്നവരെ, ഹല്ലേലൂയ, നമ്മളെ തകർത്തു കളയുവാൻ, നമ്മെ മുടിച്ചു കളയുവാൻ, നമ്മെ ദേശം ഓടിക്കുവാൻ, നമ്മുടെ സമ്പത്തുകൾ അപഹരിക്കുവാൻ, നമുക്ക് നന്മ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ പ്രയത്നിക്കുന്ന, നമ്മുടെ നന്മയുടെ ഫലം നാം അനുഭവിക്കുവാൻ കഴിയാതെ നമ്മെ ചുറ്റി വളയുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാൻ ഇടയാകും. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്ക് ഇങ്ങനെ പറയുകയാണ്: യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഈ വേദഭാവം വായിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. പരാക്രമശാലിയെ എന്ന് വിളിക്കുന്നത് ഗിദെയോനെയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, യഹോവ നിന്നോട് കൂടെ ഉണ്ടല്ലേ. അല്ലെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്തത്വമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് രാജാക്കന്മാരൊന്നുമില്ല. ഈ ന്യായാധിപന്മാരുടെ സമയത്ത് ഈ രാജാക്കന്മാരൊന്നുമില്ല. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരോടല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവം അസാധ്യമെന്ന് പറയുന്ന ചില മേഖലകളിൽ നിന്ന് മനുഷ്യന് സാധ്യതയില്ലാത്ത, മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത, മനുഷ്യന് കഴിവില്ലെന്ന് തോന്നുന്ന വ്യക്തികളെ ദൈവം ഉപയോഗിക്കുന്ന ഒരു സമയമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഇവിടെ നാം കേട്ടത് ഗിദെയോനോട് ദൈവം സംസാരിക്കുന്നതാണ്. നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന, ഇസ്രായേൽ ജനം മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ചിട്ടും ഇസ്രായേൽ ജനം ദൈവത്തിങ്കിലേക്ക് അടുക്കാതെ ദൈവകൽപ്പനകളെ മറുതലിച്ചു കളഞ്ഞപ്പോൾ ദൈവം അവരെ മിദ്യാനയുടെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാനിയർ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തെ ഏറ്റവും ക്ഷയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരെ വിതയ്ക്കും എന്നാൽ പക്ഷെ മിദ്യാനിയർ അത് എന്ത് ചെയ്യുക, വന്ന് കൊണ്ടുപോകും. ഒരു വിതയ്ക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കാൻ കഴിയാതെ ഇസ്രായേൽ ജനം ഏറ്റവും ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ മിദ്യാന്റെ നിമിത്തം യഹോവയോട് നിലവിളിക്കുമ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അയച്ച് അവരോട് പറഞ്ഞു, എന്നിട്ട് ദൈവം ചില കാര്യങ്ങൾ, നിങ്ങളെ അടിമ വിട്ട് ഞാൻ കൊണ്ടുവന്നു, പക്ഷേ ദൈവത്തിന്റെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിപ്പിച്ച് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ചു, നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ ശത്രുക്കളെ നീക്കിക്കളഞ്ഞു, നമുക്ക് ദേശമൊക്കെ നൽകി തന്നു. എന്നാൽ ദൈവം ചില കാര്യങ്ങൾ എന്ത് ചെയ്തു? ഈ ജനത്തോട് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, നിങ്ങൾ അന്യദേവന്മാർ, അമോന്യന്മാരുടെ ദൈവങ്ങളെ, അന്യദേവന്മാരെ എന്ത് ചെയ്ത് ഭജിക്കരുത്, ആരാധിക്കരുതെന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യാം, അവര് കേട്ടില്ല. അവിടെ ദൈവത്തിന്റെ കൽപ്പനകളെ അവര് നിരസിച്ചപ്പോൾ, ദൈവകൽപ്പനകളെ അവര് പുറംകാലം തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം അവരെ മിദ്യാനയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാണ്. എന്നാൽ ഏൽപ്പിച്ചു കൊടുത്തു, അവർ പാപത്തിൽ വന്നു, ദൈവകൽപ്പനകൾ ലംഘിച്ചപ്പോൾ ദൈവം അവരെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവര് നിലവിളിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജനം നിലവിളിച്ചപ്പോൾ ദൈവം തന്റെ ദൂതനോട് സംസാരിച്ച്, അല്ലയോ, നമുക്കറിയാം യോശാവിന്റെ കരുവേലകത്തിന്റെ ഇരുന്ന് അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കുകയാണ്. അപ്പം ഈ മിദ്യാനർ കൊണ്ടുപോകാതിരിക്കേണ്ടതിന് ഈ ഗോതമ്പ് എന്ത് ചെയ്യാം, ഗോതമ്പ് ഈ മിദ്യാനയുടെ കയ്യിൽ പെടാതെ, എന്ന് വെച്ചാൽ ഇനിയും ഇവൻ കാവൽ നിൽക്കുകയാണ്. മുന്തിരി ചക്കിന് അരികെ ഇവൻ എന്ത് ചെയ്യാം, മെതിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാ,
ശത്രു ഇനി ഇവരുടെ നന്മകളെ അപകരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ ഗിദെയോൻ ഹല്ലേലൂയ ഒരു കാവൽ നിൽക്കുമ്പോൾ കാവൽ നിൽക്കുന്നവനോട് വന്ന ദൈവം പറയുകയാണ്, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പം ഗിദെയോൻ പറയൂ, യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഭവിക്കുന്നത് എന്ത്? അപ്പൊ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവം എന്നെ വിളിച്ചെങ്കിൽ, ദൈവം എന്നെ കണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കഷ്ടം നമുക്ക് വരുന്നത് എന്ന് ഗിദെയോൻ ചോദിക്കുകയാണ്. അപ്പൊ യഹോവ മിസ്രയീമിൽ നിന്ന് നമ്മെ കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മൾ അനുഭവിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? അവൻ ചോദിക്കുകയാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ അവരുടെ കൂടെ ഉണ്ടെന്നല്ല പറഞ്ഞത്. ഗിദെയോനെ, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്നാ പറഞ്ഞത്. അല്ലയോ പരാക്രമശാലി, നിന്റെ കൂടെ ഉണ്ട്. കുഞ്ഞെ, നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നിനക്കാണ് സുരക്ഷിതം, അല്ലാതെ എന്ത് ചെയ്യാം, നിന്റെ കൂടെ ഉള്ളവർക്കല്ല. എന്ന് വെച്ചാൽ അവർ ദൈവകൽപ്പനകളെ മറുതലിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് പോയെങ്കിൽ ദൈവം അവരെ കഷ്ടങ്ങളിലൂടെ കയറ്റി എന്ത് ചെയ്യാം, ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരും. അതോർത്ത് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നീ ദൈവമുഖത്തേക്ക് നോക്കും. ഇവിടെ നമുക്കറിയാം ഗിദെയോനോട് ഹല്ലേലൂയ ദൈവം പറയുകയാണ്, പരാക്രമശാലി, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാ പറഞ്ഞേ. യഹോവ നിന്നോട് കൂടെ എന്ന് പറഞ്ഞു പറഞ്ഞാല് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ അവർ പാപങ്ങൾ ചെയ്തു, ദൈവത്തിന് അകന്നു പോയി. അവരോടൊപ്പം അല്ല, നീ ഈ മിദ്യാനെ കൊണ്ടുപോകാതെ നീ ഇതിനെ സൂക്ഷിക്കുന്നില്ലേ, നീ ഇതിനു വേണ്ടി കാവൽ നിൽക്കുന്നില്ലേ? അതെ, നിന്നോടൊപ്പം കാവലായി ഒരു ദൈവം കൂടെ ഉണ്ടെന്നാണ് ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയും എന്ത് ചെയ്യാം, മിദ്യാനയുടെ കയ്യിൽ. അപ്പോൾ എന്ത് ചെയ്യാം, യഹോവ നമ്മെ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാ, അത്ഭുതങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്യാം, മിദ്യാന്റെ കൈ ഏൽപ്പിച്ചപ്പോ ഗിദെയോന് മനസ്സിലായി എന്ത് ചെയ്യാ, ശത്രുക്കളുടെ കരങ്ങളിൽ എന്ത് ചെയ്യാ, ദൈവം നമ്മെ കൊടുത്തു. എന്നാൽ ഇവിടെ നമുക്ക് യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്നൊരു വാർത്തത്വം ദൈവം അവന് കൈമാറി. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, അപ്പോൾ എന്ത് ചെയ്യാ, ഈ ബലത്തോടെ നീ പോക, നീ ഇസ്രായേലിനെ മിദ്യാനയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നു. നോക്കുക, ഒരു ഭാഗത്ത് പറയാൻ ദൂതൻ അവനോട് പറഞ്ഞ പക്ഷെ കുറച്ച് താപ്പോട്ട് നമ്മൾ വായിക്കാൻ എന്ത് ചെയ്യാം, ദൂതനല്ല, ദൈവം തന്നെ അവന് പ്രത്യക്ഷനായി. ദൈവമക്കളെ, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ദൂതനല്ല നമ്മളോട് ദൈവം തന്നെ സംസാരിക്കുകയാണ്. നിനക്ക് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ എന്നിലൂടെ പുറപ്പെട്ട ഒരു ശക്തി നിന്നിലുണ്ട്, നിന്നിൽ എന്ത് ചെയ്യാ, പ്രതിഫലിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യാ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ സങ്കടപ്പെട്ടു പോകാതെ അതിനെ യുദ്ധം ചെയ്യുവാനുള്ള കരുത്ത് നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഈ ബലത്തോടെ നീ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഭൂമിയിലെ പറഞ്ഞ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. അപ്പൊ ദൈവം അനുകൂലമായ ആ ഒരു ബലം നിന്റെ മേലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ ഈ ബലത്തോടെ പോകണം. അത് എന്റെ വാക്ക് നിനക്ക് ബലമായിരിക്കും. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, എന്റെ ശക്തി നിന്റെ മേൽ പകരും. അതുകൊണ്ട് ഈ ബലത്തോടെ നീ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്റെ കൈ രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കും. ദൈവം അയച്ചാൽ, ദൈവം പ്രവർത്തിച്ച പ്രിയപ്പെട്ട നമ്മളെ ഓരോരുത്തേക്ക് ദൈവം അയച്ചാൽ, നമ്മുടെ ഒരു കുടുംബത്തേക്ക് ദൈവം അയച്ചാൽ, ദൈവം നമ്മെ ശുശ്രൂഷയ്ക്കായി അയച്ചാൽ, ജോലിക്കായി അയച്ചാൽ, കുടുംബങ്ങളിൽ അയച്ചാൽ, എവിടെയെങ്കിലും നമ്മുടെ ദൈവം അയച്ചാൽ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയുടെ ആഴം, ഒരു ദൈവശക്തി, അത് നീ അവിടുത്തെ ദൈവപ്രവൃത്തിക്ക് വെളിപ്പെടുവാനിടയാകും. അവിടെ ദൈവപ്രവൃത്തി കൊണ്ടുവരുവാൻ ഇടയാകും. കൂടെ ആരുമില്ലെന്ന് കരുതി എന്ത് ചെയ്യുക, ഭാരപ്പെടേണ്ട. ഇവിടെ എന്നിട്ട് പറയുകയാണ്, അയ്യോ, ഞാൻ എങ്ങനെയാ കർത്താവെ ഇസ്രായേലിനെ രക്ഷിക്കുന്നത്? മനുഷ്യൻ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറിയ. അവൻ എന്ത് ചെയ്യാ, അവന്റെ കുറവുകളെ പറയുവാണ്, അവന്റെ ബലഹീനതകളെ പറയുകയാണ്. അതെ, ജ്ഞാനമുള്ളതെന്നല്ല പറയുന്നത്, ഞാൻ എന്റെ വലുതാളെന്നല്ല പറയാം. മനുഷ്യൻ എന്റെ കുലം ചെറുതാണ്, എന്റെ കുടുംബം ചെറുതാണ്, ദൈവം എന്നെ തിരഞ്ഞെടുക്കാൻ എനിക്കൊരു യോഗ്യതയില്ല എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ എനിക്ക് ബലമില്ല, കഴിവില്ല, ഒരു യോഗ്യതയുമില്ല. കർത്താവെ, അങ്ങ് എന്നെ തിരഞ്ഞെടുത്ത് എന്തിനാ? എനിക്ക് ഒരു യോഗ്യതയുമില്ല എന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയുകയാണ്, യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാനിനെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. നോക്കുക, അനേക ബാഹ്യബലം പോലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരുപാട് ബലം, ശക്തമായ ബലം, ഭയങ്കര വീര്യബലം ഉള്ള ദൈവം. നമുക്ക് ത്രിയേക ദൈവം, മൂന്ന് എന്നാണ് പറയുന്നത്.
ത്രിയേക ദൈവം. മൂന്നാണ്, എന്നാൽ എന്ത് ചെയ്യുക, ഒറ്റയാണ്. ഹല്ലേലൂയ. അപ്പം ഇവര് മൂന്ന് പേരും ചേർന്ന് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവം, ഏകനായ ദൈവം, ഈ ദൈവത്തിന്റെ ശക്തി ദൈവം ഗിദെയോന്റെ മേൽ അയക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഒറ്റ മനുഷ്യനെ നിന്റെ കൂടെ ആരുമില്ല ചിലപ്പോ, പക്ഷെ ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. എന്നീ ഒറ്റ മനുഷ്യൻ മറ്റുള്ളവർ നോക്കുമ്പോൾ എന്ത് ചെയ്യാ, നിന്നെ മാത്രമേ കാണുന്ന എന്ത് ചെയ്യാ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നോടൊപ്പമുണ്ട്. മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങളെ ഒറ്റയ്ക്കായിരിക്കും കാണുന്നത്. നിങ്ങളുടെ കൂടെ പക്ഷെ എന്നാ എന്ത് ചെയ്യാ, നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ദൈവം കൽപ്പിച്ച എന്ത് ചെയ്യാ, അങ്ങനെ സംഭവിക്കും. അങ്ങനെ ദൈവം കൽപ്പിച്ച എന്ത് ചെയ്യാ, അങ്ങനെ സംഭവിക്കും. അത് സ്ഥാപിതമാകും, അതങ്ങനെ ഉണ്ടാകും. ഹല്ലേലൂയ. എന്താ പറയാ, ഒറ്റ മനുഷ്യനെ പോലെ നീ എന്ത് ചെയ്യാ, തോൽപ്പിക്കും. അതിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കും നീ തന്നെ എന്നതിന് ദൈവമാണ് സംസാരിക്കുന്നത്. ഒരേ അടയാളം കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അവൻ പോയി വഴിപാട് എന്ത് ചെയ്യാ, കഴിച്ച് തിരിച്ചു വരും, ഞാൻ മടങ്ങി വരുവോളം ഞാൻ ഇവിടെ താമസിക്കാമെന്ന് പറയുകയാണ്. അല്ല, അങ്ങനെ നമുക്കറിയാം. നമ്മൾ കുറച്ചുകൂടെ വായിക്കുമ്പോൾ 20-ാം വാക്യം നമുക്ക് കാണിക്കുക. അപ്പോൾ അവൻ ദൈവത്തിന്റെ ദൂതൻ മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തു. അങ്ങനെ ആ പാറമേൽ എന്ത് ചെയ്തു, മാംസം പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു യഹോവയുടെ ദൂതൻ എന്ത് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, അവൻ ദൈവമാണ് ഈ സംസാരിക്കുന്നതിന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഗിദെയോൻ ദൈവത്തോട് പറയും, എനിക്കൊരു അടയാളം നൽകണമെന്ന് പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യും, അടയാളം നൽകി. അങ്ങനെ ഗിദെയോൻ വിശ്വസിച്ചു, ദൈവമാണ് സംസാരിച്ചത് വിശ്വസിച്ചു. അല്ലെ, ദൈവമായ യഹോവ. എന്നിട്ട് ഗിദെയോൻ പറയുകയാണ്, ഞാൻ യഹോവയുടെ ദൂതനെ കണ്ടുവല്ലോ, അയ്യോ ദൈവമായ യഹോവ, ഞാൻ അഭിമുഖമായി ദൂതനെ കണ്ടുവല്ലോ എന്ന് പറയുകയാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദൂതനാണ് ആദ്യം പ്രത്യക്ഷമായെന്ന് പറയുമ്പോൾ പിന്നെ ദൈവത്തിന്റെ ശബ്ദം എന്ത് കേട്ട് ദൈവമാണെന്ന് മനസ്സിലാക്കിയ ഹല്ലേലൂയ ഗിദെയോൻ പറയുക, ഞാൻ യഹോവയുടെ ദൂതനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ അഭിമുഖമായിട്ട് കണ്ടുവല്ലോ എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മളെയും ദൈവം വിളിച്ചിരിക്കുന്നത് പലവിധമായിരിക്കുന്ന ഹല്ലേലൂയ വിഷയങ്ങളോടെ കടന്നു പോകുമ്പോൾ നമ്മോടൊപ്പം ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ എന്ത് ചെയ്യുക, നമുക്ക് അഭിമുഖമായി നിൽക്കുന്ന, നമ്മോടൊപ്പം നിൽക്കുന്ന ദൈവത്തെ ഒരുപക്ഷെ മറ്റുള്ളവർ കണ്ടില്ലെന്ന് വരാം. പക്ഷെ യുദ്ധത്തിൽ നീ തോറ്റു പോകത്തില്ല. നിന്റെ ശത്രുക്കളുടെ മുമ്പ് എന്ത് ചെയ്യാ, നീ തോറ്റു പോകത്തില്ല. നീ ജയാളിയായി തീരും. ഹല്ലേലൂയ. നീ ജയിക്കുമ്പോൾ നിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് എന്ത് ചെയ്യാ, അവർക്ക് മനസ്സിലാകും. അല്ല, യഹോവ അവനോട് നിനക്ക് സമാധാനം, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യാ, ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് യാഗപീഠം പണിതു. നമുക്കറിയാം അതിന്റെ കാര്യം വായിക്കും. ഗിദെയോൻ എന്ത് ചെയ്യാ, മിദ്യാനിനെ തോൽപ്പിച്ചു. ഹല്ലേലൂയ. മിദ്യാന്റെ എന്ത് ചെയ്തു, ഗിദെയോൻ തോൽപ്പിച്ചു കളയുവാൻ ഇടയായി. അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, അങ്ങനെ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളം ഊതി. എല്ലാരും അവന്റെ അടുക്കൽ വന്നു. എല്ലാരെയും അവൻ വിളിച്ചു കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, ഗിദെയോൻ ദൈവത്തോട്, നീ അളിച്ചതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യെ രക്ഷിക്കുമെങ്കിൽ ഇതാ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം എന്ത് ചെയ്തു, ഗിദെയോന്റെ കരങ്ങളിൽ ഹല്ലേലൂയ ദൈവം ഇസ്രായേൽ ജനത്തിന് രക്ഷ നൽകി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മിദ്യാനിനെ തോൽപ്പിക്കുവാനിടയിൽ. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗിദെയോനെ ഈ ദൈവം ഉപയോഗിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്രായേൽ ജനം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, ഗിദെയോനെ അവർക്ക് ന്യായാധിപതിയായി അല്ലെങ്കിൽ അവർക്ക് ഒരു അധിപതിയായി നീതി നിയമിക്കുമ്പോൾ ഹല്ലേലൂയ ഗിദെയോൻ പറയുന്നുണ്ട്, ഞാനല്ല എന്ത് ചെയ്തത്, ദൈവമാണിത് ചെയ്തത്. അതുകൊണ്ട് എനിക്കിതിനകത്ത് ഒന്നും പറയാനില്ല, ദൈവമാണിത് ചെയ്തെന്ന് പറയാം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ ഹല്ലേലൂയ ആ ഭക്തനായ മനുഷ്യൻ എന്ത് ചെയ്തു, സമ്മതിച്ചു കൊടുക്കുവാനിടയായി. ദൈവമാണ്, ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്തില്ല, ഗിദെയോൻ ഏറ്റെടുക്കുവാൻ ഇടയായില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരാറുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ അപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെയല്ല മഹത്വം എടുക്കേണ്ടത്. അല്ലെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്ന് മറ്റുള്ളവർ കേൾക്കെ നമുക്ക് ഉറക്കെ പറയുവാനുണ്ട്. നമുക്കറിയാം മോശയുടെ മരണശേഷമാണ് ഇസ്രായേൽ ജനം ഹല്ലേലൂയ ദൈവത്തെ അനുസരിക്കാതൊക്കെ പോയി നമുക്ക് അറിയാലോ.
ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പി. നമുക്കറിയാം മിഥ്യാമൂർത്തികളെ ആരാധിക്കാൻ പോയി, എന്നാൽ ദുഷ്ടന്മാരായ മിഥ്യാന്മാർക്കെതിരെ അമ്മേ ദൈവത്തിന്റെ സൈന്യത്തെ ഗിദെയോൻ നയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ഗിദെയോൻ ഭയപ്പെട്ടു. ദൈവം തന്നോട് കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ അവൻ എന്ത് ചെയ്യും, പ്രത്യേക അടയാളം ചോദിച്ചു. അങ്ങനെ ദൈവം എന്ത് ചെയ്തു, അടയാളമൊക്കെ കൊടുത്ത് നമ്മൾ വായിക്കുവാൻ ഇടയായല്ലോ. നോക്കുക, ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. ഒരു സൈന്യാധിപൻ പയർന്ന് വിറച്ചു. എന്നിട്ട് ഗിദെയോന്റെ വാളെടുത്ത് ഗിദെയോൻ ജനങ്ങൾ അവരെ വെട്ടുവാൻ ഹല്ലേലൂയ ഉയർത്തിയപ്പോൾ ഹല്ലേലൂയ ദൈവം ഗിദെയോന് ജയം നൽകുന്നു എന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു, ദൈവത്തിന് ഗിദെയോൻ മഹത്വം കൊടുക്കുവാനിടയായി. നോക്ക ഈ ദൈവം ഈ ഗിദെയോന് ജയം കൊടുത്തു. ഇസ്രായേൽ ജനത്തിന് വിജയം കൊടുത്ത ശേഷം തങ്ങളുടെ ഭരണകർത്താവായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ഗിദെയോനോട് പറഞ്ഞു. എന്നാൽ ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നേതാവായിരിക്കത്തില്ല, പകരം ദൈവം നിങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. അതേപോലെ നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യാം, കർത്തൃത്വങ്ങൾ നടത്തുന്നത് നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിയന്ത്രിക്കുവാൻ എന്ത് ചെയ്യാം, നമ്മൾ ഇടയാക്കരുത്. ഹല്ലേലൂയ. ഈ തിരുവചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഗിദെയോൻ എന്ന് പറയുന്ന ബലമില്ലാത്ത, കഴിവില്ലാത്ത, തന്നെ തന്നെ താഴ്ത്തിക്കൊടുക്കുന്ന മനുഷ്യനിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കഴിവില്ലാത്ത, ബലമില്ലാത്ത, യോഗ്യതയെന്ന് പറയാനില്ലാത്ത നമ്മളെയും ദൈവം ഉപയോഗിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നി, പക്ഷെ നൽകിയ ശക്തനായ ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ അത് കണ്ടില്ലെന്ന് വരാം, പക്ഷെ എന്നാൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, പക്ഷത്തുണ്ടെന്ന് ദൈവ ദിവസങ്ങൾ തെളിയിക്കുവാനിടയാണ്. അതുകൊണ്ട് ഈ തിരുവചനങ്ങൾ ദൈവം നമ്മെ ഒന്ന് സഹായിക്കുക. വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.